കവിക്കു ഈ അമ്മയെ കിട്ടിയത് ഏറ്റവും വലിയ പുണ്യം. അമ്മയില്ലാത്ത എനിക്ക് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇനി കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്നിങ്ങനെ സ്നേഹത്തിൽ നിറഞ്ഞ ഒട്ടനവധി കമൻറ്റുകളാണ് ഇരുവർക്കും ലഭിക്കുന്നത്. ബിജു ബ്രോയും കുടുംബവും മലയാളക്കാരിയുടെ സ്വന്തമാണ്. കൊറോണ സമയത്ത് ചെറുതായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഇന്ന് മലയാളികൾ മുഴുവനും ഏറ്റെടുത്തിരിക്കുകയാണ്. 53 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് ബിജു സ്വന്തമാക്കിയത്. ഒരു സാധാ ബസ് ഡ്രൈവറിൽ നിന്നുമാണ് ബിജു വലിയൊരു യൂട്യൂബറായി മാറിയത്. ഒരു ഫോൺ കൊണ്ടായിരുന്നു ഇത്രയധികം വ്യൂസ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അധികമാർക്കും വിശ്വസിക്കാനാകില്ല. എന്നാൽ പരിമിതികളെ അതിജീവിച്ചു കൊണ്ടാണ് ബിജുവും കുടുംബവും ഇത്രയും വലിയ ഒരു വിജയം നേടിയെടുത്തത്. അടുത്താണ് തങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നു എന്ന സന്തോഷം ബിജുവും കുടുംബവും പറഞ്ഞത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് കുഞ്ഞതിഥിയുടെ വരവ്. കവിക്ക് സിസ്റ്റ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഗർഭിണിയാകുമോ എന്ന ഭയം നിലനിന്നിരുന്നു. അതിനായുള്ള ചികിത്സ തുടരുകയും വീണ്ടും ഗർഭിണിയാകാനുള്ള സാധ്യത തെളിയുകയുമായിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ ഒരാൾ കൂടി ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷം കവിയും ബിജുവും പറഞ്ഞത്. ഏറെ നാളായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ആയിരുന്നു ഇതെന്നും 8 വർഷത്തിനു ശേഷമാണ് വിശേഷം വീട്ടിലേക്ക് എത്തുന്നതും എന്നും ഇരുവരും പറഞ്ഞു. ആദ്യം ഗർഭിണിയായപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ പാടെ അമ്മ ആയിരുന്നു. ഇന്ന് മൂത്ത മോൻ ഋത്തിക്കിന് 8 വയസ്സായി. വീണ്ടും അച്ഛനും അമ്മയും ആകുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ല. അവനൊരു കൂട്ടു വേണമെന്ന് അമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഇപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുമ്പോൾ ഒരുപാട് സന്തോഷമെന്നായിരുന്നു കവിയും ബിജുവും പറഞ്ഞത്. ഒപ്പം വീട്ടുകാരോടായി സന്തോഷം പറഞ്ഞപ്പോൾ അവരുടെ എക്സ്പ്രഷൻ അടങ്ങിയ വീഡിയോയും ഇരുവരും പങ്കുവച്ചു. കവിയെ കാണാൻ വേണ്ടി സമ്മാന പൊതികളുമായി എത്തുന്ന നാത്തൂന്മാരും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ബിജുവിൻ്റെ അമ്മയും ഒക്കെ ഇവരുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്. ഈ കുടുംബത്തിൻ്റെ ഐക്യമെന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നതും. വളരെ ചെറുപ്പത്തിൽ തന്നെ കവി ബിജുവിൻ്റെ ഭാര്യയായി കണ്ണൂരിലെത്തി. പിന്നാലെ അധികം വൈകാതെ ഋത്തിക്ക് ജനിച്ചു. ആ സമയം ഗർഭിണിയായാൽ ഉണ്ടാകുന്ന വിഷമത്തെക്കുറിച്ചൊന്നും കവിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. ഇത്തവണ നല്ല ക്ഷീണമുണ്ട്, മോളൊന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോട്ടെ എന്നാണ് അമ്മ പറയുന്നത്. ഇത് കാണുന്നതോടെ അമ്മയെക്കുറിച്ചുള്ള ചർച്ചകളായി സോഷ്യൽ മീഡിയയിൽ. നല്ല അമ്മ, ഇതുപോലുള്ളൊരു അമ്മായിയമ്മയെ കിട്ടിയ കവി ഭാഗ്യവതിയാണ്. അതുപോലെ തന്നെ കവിയെപ്പോലൊരു മരുമകളെയും നിങ്ങളുടെ ഈ സ്നേഹമെന്നും നിലനിൽക്കട്ടെ. ഈ അമ്മയ്ക്ക് മക്കളാണ് ലോകം. ചില അമ്മമാർക്ക് അച്ഛനില്ലാതെയാകുമ്പോൾ മക്കളോട് ദേഷ്യമാണ് ഉണ്ടാകുന്നത്. എല്ലാം മറന്ന് മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അമ്മയുടെ സന്തോഷം കാണുമ്പോൾ കൊതിയാവുന്നു. അമ്മ കവിയെ മനസ്സിലാക്കി എന്ത് വാത്സല്യത്തോടെയാണ് നിൽക്കുന്നത്. മോനെ ഗർഭിണിയായപ്പോൾ പാവം ബുദ്ധിമുട്ടൊന്നും പുറത്തു കാണിക്കാതെ നടക്കുമായിരുന്നു. അന്ന് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. എന്നാലും എത്ര മനസ്സിലാക്കിയിരിക്കുന്നു ഈ അമ്മ ഒരു പാഠപുസ്തകമാണ്. ദൈവം ആരോഗ്യമുള്ള ഒരു തങ്കക്കുടത്തിനെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്നാണ് ആരാധകർ കമൻറ്റുകൾ ഇടുന്നത്.